ഹായ്, ഇതെൻ്റെ ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ട ഒരു ഓർക്കിഡാണ്. ഇതിന് സീസർ റെഡ് എന്നാണ് പറയുന്നത്. നല്ല വയലറ്റ് കളറും അതിൻ്റെ സൈഡിലൊരു വെള്ള വരയൊക്കെ ആയിട്ട് ആ ഇതളിൻ്റെ അരികിലെല്ലാം വെള്ള ഒരു ലൈനുണ്ട്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമല്ലോ. ഉണ്ട്. ഇത് സീസർ വെറൈറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മെലിഞ്ഞ വെറൈറ്റിയാണെന്ന്. അതിൻ്റെ ഇതളുകൾക്കെല്ലാം ഒരു കനക്കുറവാണ്. ഉരുണ്ട ഇതളുകളല്ല, ഒരു മെലിഞ്ഞ ഇതളുകളാണ്. നിറയെ കൊലകുത്തി പൂക്കുന്ന ഇനം ഓർക്കിഡുകളാണ് സീസർ വെറൈറ്റികൾ. ഇത് സീസർ റെഡാണ്. ഇത് അതിൻ്റെ വേറൊരു തൈയാണ്. അതിലും പൂക്കളുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ചെറിയ തൈയായതുകൊണ്ട് ഓരോ പൂങ്കുലകളേ ഉള്ളൂ. 3, 4, 5 പൂങ്കുലകളൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ സീസർ വെറൈറ്റി പലതും 10, 15 സ്പൈക്കുകൾ ഉണ്ടാകാറുണ്ട്. അത് വലിയ ചട്ടിക്കകത്താണ്, നമ്മുടെ താമര ചട്ടിക്കകത്താണ് ഞാൻ നട്ടിരിക്കുന്നത്. ഈ ചട്ടിയിൽ ഇത് നിറയെ ഹോളുകളുള്ള ഈ ചട്ടി ഉണ്ടല്ലോ, ഈ ചട്ടിക്കകത്ത് കൊള്ളാതെ വരുമ്പോൾ, വലുതായി വരുമ്പോൾ ഞാനതിനെ സാധാരണ മൺചട്ടിയിലെടുത്ത് നടാറുണ്ട്. ആ സമയത്ത് അതിന് 10, 15, 12, 14, 15 ഒക്കെ പൂങ്കുലകൾ ഉണ്ടായിട്ടുണ്ട്. നേരെ നമുക്കൊരു പൂമരം നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഇതിപ്പം വെറും കുഞ്ഞ് തൈയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി പൂങ്കുലകൾ കുറവും. പൂക്കൾ എണ്ണത്തിൽ കുറവാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് വലിയൊരു സ്പൈക്കാണ്, ഒത്തിരി വലിയൊരു സ്പൈക്കാണ്. ധാരാളം പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് സീസർ വെറൈറ്റി. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ ഡെൻഡ്രോബിയം സീസർ റെഡ് പൂവ്